بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. ആദരണീയരായ കോഴിക്കോട് ജില്ലാ SKSSFന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സയ്യിദ് മുബഷർ തങ്ങൾ അവർകളെ, ആദരണീയരായ SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ, സഹപ്രവർത്തകരായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, കെ മോയിൻകുട്ടി മാസ്റ്റർ, ബഹുമാന്യനായ പാലത്തായി മൊയ്തുഹാജി, പ്രിയങ്കരനായ നാസർ ഫൈസ് കൂടത്തായി, മുസ്തഫ അഷ്റഫി ഉൾപ്പെടെയുള്ള ആദരണീയരായ സഹപ്രവർത്തകരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ആദർശ വിശദീകരണ പരിപാടി ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ആശയങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് സംഘടിപ്പിച്ചത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം, അതൊരു യാഥാർത്ഥ്യവും വസ്തുതയുമാണെന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ എല്ലാ ഘടകകക്ഷികൾക്കും അനുഭവത്തിൽ ബോധ്യപ്പെട്ട പശ്ചാത്തലം. LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഇരു വിഭാഗവും ഇത്രയും കാലമോ ധരിച്ചു വച്ചിരുന്നത്, നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് വിശ്വാസം വരില്ല. കാന്തപുരത്തിന് വോട്ട് ബാങ്ക് ഇല്ല, കാന്തപുരത്തിന് കുറച്ച് ആളുകളുണ്ട്, ആ ആളുകളെ എല്ലായിടത്തും ഒരു പ്രകടനപരതയായി അവതരിപ്പിക്കാറുണ്ട്, പണത്തിന്റെ പിന്തുണത്തോടുകൂടി. പക്ഷെ അതിൽപ്പെട്ട ആളുകളൊക്കെ ഓരോ രാഷ്ട്രീയക്കാരാണ്. കാന്തപുരം വിഭാഗത്തിന്റെ ആളുകളെ ഓരോ മഹലിൽ ചെന്ന് നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടിയുണ്ട്, അവർ ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. അല്ല, കാന്തപുരത്തിന്റെ വോട്ട് ബാങ്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഉള്ളി തൊലി പൊളിച്ചതുപോലെ, അത് പൊളിച്ച് ഉള്ളിന്റെ ഉള്ളിൽ നോക്കിയാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, തൊലിന് കഴിയും. ഇതുപോലെ ഓരോ പാർട്ടിയുടെയും ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കഴിച്ചു ബാക്കി കാന്തപുരത്തിനൊന്നുമില്ല. പക്ഷേ ഇത് ഇടതുപക്ഷ കക്ഷികൾ CPM ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. UDFനും കോൺഗ്രസ് ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു ഘടകകക്ഷിക്കും വിശ്വാസം അല്ലല്ല, കാന്തപുരത്തിന്റെ കൂടെ കുറച്ച് വോട്ടുണ്ട് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. അത് കൃത്യമായി ഓരോ ഘടകകക്ഷികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ്. മണ്ണാർക്കാട് ഞാൻ പറയേണ്ടതില്ലല്ലോ, അവിടെ കാന്തപുരം ഒരു സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെടുത്താനും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാനും പരസ്യമായി പേഴ്സണലായി അഭ്യർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ കാന്തപുരം അവിടെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ LDF തരംഗത്തിൽ കൂളായി ഷംസു തോറ്റുപോവുകയും LDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുമായിരുന്നു. CPMകാർക്കിടയിൽ തന്നെ ഈ മുറിവുറുപ്പുണ്ട്, ഇയാൾ വേണ്ടാത്ത പണികൾ ആ സീറ്റർ പോയി കിട്ടി. അതേസമയം ഇയാൾ പിന്തുണ കൊടുത്തു എന്ന കാരണത്താൽ കാന്തപുരത്തെ ഉൾക്കൊള്ളാനാകാത്ത മതബോധമുള്ള മതേതര ചിന്തയുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നല്ലവരായ ആളുകൾ ഇയാൾ എന്തിനാ ഇപ്പണിക്കുന്നത്, ഇയാൾ മതനേതാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേറിട്ട് എന്തായിരുന്നാലും ഇയാളുടെ നിലപാട് പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഇയാൾക്ക് പ്രത്യേക വോട്ട് ബാങ്കില്ലെന്ന് മാത്രമല്ല, ഇയാളൊരു പ്രസ്താവന അനുകൂലിച്ചിറക്കിയാൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കിത്തീർക്കുക എന്ന് കൃത്യമായി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ഇന്ന് ഇരു മുന്നണികളും ഇയാൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ആമുഖമായി പറഞ്ഞു, ഇനി ചില അവതാരങ്ങൾ വരും, എന്റെ ആളായിട്ട് ശ്രദ്ധിക്കണവരെയാണ്, സാക്ഷാൽ കാന്തപുരത്തെ ഉദ്ദേശിച്ചാണ് മൂപ്പരാ പറഞ്ഞത്, എല്ലാവർക്കും വ്യക്ത.
കാര്യം എല്ലാ വിഭാഗത്തിനും പ്രകടമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ പശ്ചാത്തലത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു കാര്യം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. രാജ്യത്ത് ഫാഷിസം ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയത അതിശക്തമായി വേരോട്ടം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് മോഡി അധികാരമേറ്റെടുത്ത മുതൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണല്ലോ. കേന്ദ്രമന്ത്രിമാർ പോലും സാമുദായിക വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളും പ്രചരണങ്ങളും പ്രസ്താവനകളുമായി പരസ്യമായി മുന്നോട്ട് വരാൻ തുടങ്ങി. ഇത് തുടക്കം കുറിച്ച ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ എംപിമാർ ചോദിച്ചു, ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് ഈ മന്ത്രിമാർക്കും എംപിമാർക്കുമെതിരെ കേസെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മോഡി അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് ഈ വിഭാഗീയത, ഈ വർഗീയത, ഈ വിദ്വേഷം വളർത്തുന്നതിനാവശ്യമായ സഹായകമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. തൽഫലമായി രാജ്യത്ത് എന്ത് സംഭവിച്ചു? ദാദ്രിയിൽ നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട മുഹമ്മദ് അഖ്ലാഖ് എന്ന ഒരു മുസ്ലിം, അയാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾ ബീഫ് കഴിച്ചു എന്നാണ് ആരോപണം. അയാൾ ബീഫ് കഴിച്ചിട്ടില്ല എന്നത് വേറെ കാര്യം. ഇനി ബീഫ് കഴിച്ചു സങ്കല്പിക്കുക, അല്ലെങ്കിൽ അയാൾ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഒരു ആരോപണം ഉന്നയിച്ച് പച്ചയായി പട്ടാപ്പകൽ അയാളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചഴച്ച് പേപ്പട്ടിയെ തല്ലിക്കുന്ന പോലെ ക്രൂരമായി തല്ലിക്കൊന്നിട്ട് കൊന്നു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ദിവസങ്ങളോളം മൗനം പാലിച്ചു, പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല, ഒട്ടും വൈകാതെ നമ്മൾ പിന്നെന്താ കണ്ടത്? യു പിയിൽ അമ്പലത്തിൽ പ്രവേശിച്ചു എന്ന ഏക കാരണത്താൽ, ഒരു മുസ്ലിമല്ല അമ്പലത്തിൽ പ്രവേശിച്ചത്, ഒരു ക്രിസ്ത്യാനിയല്ല അമ്പലത്തിൽ പ്രവേശിച്ചത്, ഹിന്ദുമതത്തിലെ താഴ്ന്ന ജാതിക്കാരിയായ ചിന്ന എന്ന ഒരു ദളിത് വയോധിക അമ്പലത്തിൽ പ്രവേശിച്ചു എന്ന കാരണത്താൽ കോടാലി കൊണ്ട് വെട്ടി നുറുക്കി തീയിലിട്ട് കത്തിച്ച ക്രൂരമായ സംഭവം ഈ രാജ്യത്ത് അരങ്ങേറി. ഗവൺമെന്റ് അനങ്ങിയില്ല, ഗവൺമെന്റ് പ്രതികരിച്ചില്ല. ഗവൺമെന്റ് അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾക്ക് ന്യൂനപക്ഷങ്ങളെ, ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ വകവരുത്താനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുകയാണോ? തീർന്നില്ല. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തസ്തിക അലങ്കരിച്ച മഹാൻ, എത്ര ഒരു VC, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC എത്ര ഉയർന്നാണ് നമുക്കറിയാം. ഒരു VC ആയി പ്രവർത്തിച്ച കന്നഡയുടെ പ്രമുഖനായ എഴുത്തുകാരൻ, ആ പ്രമുഖനായ എഴുത്തുകാരൻ ഹിന്ദുമതത്തിലെ ചില അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിച്ചു എന്ന ഏക കാരണത്താൽ അയാൾ എന്ത് ചെയ്തു? പ്രൊഫസർ കൽബുർഗിയെ സംഘപരിവാർ പച്ചയായി കൊന്നുകളഞ്ഞു. ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല. മുംബൈയിലെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരുന്ന ആ പ്രദേശത്തെ പ്രമുഖനായ സമര സാംസ്കാരിക നായകന്മാരിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഗോവിന്ദ പൻസാരെ പച്ചയായി വെടിവെച്ചു കൊന്നു. നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. ഈ തരത്തിൽ പച്ചയായി ഹിന്ദു വർഗീയതയ്ക്കെതിരെ പ്രതികരിക്കുന്ന ആരൊക്കെയുണ്ടോ, അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയ്ക്കെതിരെ നിൽക്കുമെന്ന് തോന്നുന്ന ഏതൊക്കെ ന്യൂനപക്ഷ അധസ്ഥിത വിഭാഗങ്ങളുണ്ടോ അവരെ മുഴുവൻ ക്രൂരമായി തല്ലിക്കൊന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണത. ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു. സാംസ്കാരിക നായകന്മാർ അവർ കിട്ടിയ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ചു. പക്ഷേ രാജ്യത്തെ നമ്മുടെ മോഡി ഗവൺമെന്റ് കുലുങ്ങിയില്ല. ഏകപക്ഷീയമായി വർഗീയ പ്രചരണങ്ങളുമായി ഈ ഫാഷിസം വളർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് ഔദ്യോഗിക തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അപ്പുറത്ത് 2 മുസ്ലിം ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയ ക്രൂരമായ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു. ആ പട്ടിക നീണ്ടുപോവുകയാണ്. ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നേരെ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഇതൊരു പ്രോത്സാഹനമായി കണ്ടുകൊണ്ട് രാജ്യത്ത് വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ വളർത്താൻ ആവശ്യമായ എല്ലാ പിൻബലവും ഊർജവും പിന്തുണയും ഈ ഗവൺമെന്റിന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഫാഷിസം കടന്നു വരാത്ത രാജ്യമാണ്. BJP പലപ്പോഴും കേന്ദ്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ BJP എത്ര ശക്തിയാർജിച്ചാലും ശരി, കേരളത്തെ പ്രബുദ്ധരായ ജനവിഭാഗങ്ങൾ
ബി.ജെ.പിയെ നിരാകരിച്ച സംഭവം മാത്രമാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഗുരുതരമായ സാഹചര്യം കേരളത്തിലും കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിത് നേരെ കണ്ണടച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. ഈ കേരളത്തിൽ ഇത്രയും കാലം കേരളീയരായ പ്രബുദ്ധരായ ജനവിഭാഗം ഏത് മതസ്ഥരായിരുന്നാലും ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാർ മതേതരവാദികളാ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ ക്രൈസ്തവർ എല്ലാവരും മതനിരപേക്ഷത അംഗീകരിച്ചുകൊണ്ട് പരസ്പരം സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. പക്ഷെ ഈ കേരള സ്റ്റേറ്റിൽ പോലും ഈ സംഘപരിവാർ ശക്തികൾക്ക് സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമം കഴിഞ്ഞ 1-2 വർഷങ്ങളായി സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാനും തല്ലിക്കൊല്ലാനും ക്രൂരമായി കശാപ്പ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് ഇവിടെ പാർട്ടി വളർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യത്തിൽ കഴിഞ്ഞ 1-2 വർഷക്കാലം അവർക്കെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ ഭരിക്കുന്ന UDF ഗവൺമെന്റിന് സാധിച്ചിരുന്നില്ല എന്നത് ജനം തിരിച്ചറിഞ്ഞു എന്നൊരു വസ്തുതയാണ്. നമ്മൾ പലരും നേരത്തെ ചൂണ്ടിക്കാണിച്ചു. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി വർഗീയതയാണ്, ഫാഷിസമാണ്. ഫാഷിസത്തെ ചെറുത്തു നിൽക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് മൃദുല സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത് അപകടകരമാണ്. ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ് ഈ രാജ്യത്ത് ഈ വിഭാഗത്തെ ചെറുക്കുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് സ്വാഗതാർഹമാണെന്ന് പറഞ്ഞപ്പോൾ അത് പലരും വിവാദമാക്കാൻ നോക്കി. പക്ഷെ വിവാദമാക്കാൻ നോക്കിയ ആളുകൾ പോലും ഇന്ന് അത് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് മാത്രമല്ല, UDF യോഗം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവലോകനം ചെയ്യുന്ന ആദ്യത്തെ യോഗം മിനിഞ്ഞാന്ന് യോഗം ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് സംഭവിച്ച അബദ്ധം, നമ്മൾ രാജ്യത്ത് വർഗീയതയ്ക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. CPM പരസ്യമായി തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷം നമ്മുടെ കൂട്ടത്തിൽ അകന്നു പോയിരിക്കുന്നു എന്ന ചിന്ത ഇന്ന് UDF ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ അത് അഭിനന്ദനാർഹമാണ്. ഇത് ഗൗരവതരമായ യാഥാർത്ഥ്യമാണ്. എന്താണ് രാജ്യത്ത് സംഭവിച്ചത്? നമ്മൾ വിചാരിക്കുന്ന പോലെ നേമത്ത് ഒരു സീറ്റ് അക്കൗണ്ട് തുറന്നിക്കല്ല BJP. നേമത്ത് ഒരു സീറ്റ് കിട്ടിയെങ്കിൽ വേറെ 7 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനം അലങ്കരിക്കുന്നു BJP എന്ന ഒറ്റ പാർട്ടി. BJP എന്ന ഒറ്റ പാർട്ടി വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയോ പരിഗണനയോ ആ പാർട്ടിയല്ല. അപ്പുറത്ത് UDF-ഉം LDF-ഉം 2 പ്രബല മുന്നണികളാണ്. ഒരുപാട് പാർട്ടികളുടെ സമാഹാരങ്ങളാണ്. അവരൊക്കെ അപ്പുറത്തുണ്ടായിട്ടും ആ പാർട്ടികളുടെ മുന്നണികളെ മാറ്റിവെച്ച് LDF-നെ UDF-നെ മാറ്റിവെച്ച് കേരളത്തിലെ 7 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനം അലങ്കരിക്കുന്നത് ആരാണ്? ഒരു സംശയം വേണ്ട, BJP ആണ്. തീർന്നില്ല. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 50 മണ്ഡലങ്ങളിൽ BJP ഒറ്റയ്ക്ക് 20,000-ൽ പരം വോട്ട് നേടിയിരിക്കുന്നു. 2 വലിയ പ്രബല മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ വമ്പിച്ച വോട്ട് സമ്പാദിച്ചു നോക്കുമ്പോൾ, അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴേക്ക് ഈ പ്രദേശത്തെ ഈ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികളായ UDF-ന്റെയും LDF-ന്റെയും ഘടകകക്ഷികൾ ഒരുമിച്ച് നിന്ന് വളരെ ബോധപൂർവമായ നീക്കം നടത്തിയിട്ടില്ലെങ്കിൽ, സംഘപരിവാർ ശക്തികൾക്കെതിരെ ക്രിയാത്മകമായ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ സിമ്പിളായി BJPക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാധിക്കുമെന്ന ആശങ്ക നമ്മൾ മറച്ചുവെക്കേണ്ട ആവശ്യമില്ല. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഒരു പാവപ്പെട്ട മുസ്ലിമിനെ നിഷ്ഠൂരമായി പരസ്യമായി വെടിവെച്ചു കൊന്നാൽ ചോദ്യം ചെയ്യാനാവില്ലാത്ത അവസ്ഥാവിശേഷം. ഒരു പാവപ്പെട്ട ക്രൈസ്തവനെ പാവപ്പെട്ടവനെന്ന് പറഞ്ഞുകൂടാ, ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന VC സ്ഥാനം അലങ്കരിക്കുന്ന പ്രമുഖ ഗ്രന്ഥകാരന്മാരെ, പ്രമുഖ എഴുത്തുകാരെ, ആരൊക്കെയാണ് ഒരു രാജ്യത്ത് ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കുന്നത്, അത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പച്ചയായി പരസ്യമായി വെടിവെച്ചു കൊല്ലുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ സാധാരണക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ആ തരത്തിൽ ഫാഷിസം പത്തിവിടർത്തി ആടുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. ഞാനിതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. ഞാൻ സൂചിപ്പിച്ചല്ലോ, UDF ഗവൺമെന്റിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ BJP ശക്തികളെ എതിർക്കുന്ന വിഷയത്തിൽ, എതിർക്കേണ്ട ഘട്ടത്തിൽ എതിർക്കുന്ന വിഷയത്തിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അലംഭാവം സംഭവിച്ചിട്ടുണ്ട് ഒരു വസ്തുത മാത്രമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. MLA ഉണ്ടായത് നേമത്താണല്ലോ, തിരുവനന്തപുരത്ത് നേമത്ത്. എന്താ നേമത്തെ വോട്ട് കുറവ് പരിശോധിച്ചിട്ടുണ്ടോ? നേമത്ത് UDF, LDF, BJP 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. ഇതിൽ LDF ആണ് 2ാം സ്ഥാനം അലങ്കരിക്കുന്നത്. BJP ജയിച്ചു. 3ാം സ്ഥാനം അലങ്കരിക്കുന്നത് UDF ആണ്. എന്താണ് UDF-നോട് കിട്ടിയ വോട്ട് വിവരം? ഞാൻ പറയട്ടെ സഹോദരന്മാരെ, UDF-ന്
2015 ഇപ്പൊ ഈ തൊട്ടടുത്താണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന്റെ വോട്ട് നേമത്ത് എത്രയായിരുന്നു വെച്ചാൽ 33,100 33,000 കണക്ക് കൂട്ടിക്കോ. അതിന് തൊട്ടഴുകുന്ന മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണല്ലോ. അന്ന് UDF സ്ഥാനാർത്ഥിക്ക് നിയമമണ്ഡലത്തിൽ കിട്ടിയ വോട്ട് 32,639 എന്നുവെച്ചാൽ 33,000 വോട്ട് ശരാശരി കുട്ടിക്ക് 33,000 വോട്ട് പാർലമെന്റ് ഇലക്ഷനും കിട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും UDFന് കിട്ടി. അതേസമയം BJP അക്കൗണ്ട് തുറന്ന നേമത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥി കിട്ടിയ 13,860 വോട്ടുകൾ മാത്രമാണ്. 20,000 വോട്ടുകൾ UDFന്റെ വോട്ട് ചോർന്നുപോയി. എവിടെ പോയി? അത് UDF ബോധപൂർവം മറിച്ചു കൊടുത്തു എന്ന് നമുക്ക് പറയാൻ തെളിവുകളില്ല. പക്ഷേ കോൺഗ്രസ് അലംഭാവ നയം സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു പാർട്ടിയുടെ 20,000 വോട്ട് മറിക്കാൻ ഒരു പാർട്ടി കൂട്ടുനിൽക്കുമോ? 1000 2000 വോട്ടല്ലല്ലോ, 33,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് 13,000 വോട്ടാണ് ഇപ്രാവശ്യം UDFന്റെ സ്ഥാനാർത്ഥി കിട്ടിയത്. UDF നേരത്തെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് പോലും കേവലം ഒരാഴ്ച മുമ്പ് മാത്രം UDFലേക്ക് കടന്നു വന്ന സുരേന്ദ്രൻ പിള്ള എന്ന ഒരു കഴിവില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. നേരത്തെ ബോധപൂർവം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ BJPയെ പ്രതിരോധിക്കേണ്ട ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമെന്ന നിലയിൽ, BJP നേരത്തെ 2ാം സ്ഥാനം അലങ്കരിച്ച മണ്ഡലമെന്ന നിലയിൽ ആ സ്ഥാനത്ത് യോഗ്യനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയാണെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് നിയമത്തിന്റെ മാത്രം ഉദാഹരണം. നിയമം ഒരു പരിച്ഛേദമാണ്. UDF ഗവൺമെന്റ് വർഗീയതക്കെതിരെ, ഫാഷിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമോട് വളരെ പോസിറ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യം നിഷേധിക്കാൻ സാധിക്കില്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് മനസ്സുകൾ ചില പ്രസ്താവനകൾ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ബീഫ് കഴിച്ചു എന്ന ആരോപണം ലഭിച്ചുകൊണ്ട് പാവപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിനെ ദാദറിൽ ക്രൂരമായി തല്ലിക്കൊന്നപ്പോൾ ആ പശ്ചാത്തലത്തിൽ DYFI പരസ്യമായി ബീഫ് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. നമ്മൾ ഫെസ്റ്റിവലിനെ സ്വാഗതം ചെയ്യുന്നില്ല, പക്ഷെ അവർ തന്റെ ഇടം കാണിച്ചു. ഫാഷിസ ചെറുക്കൻ എന്താ ബീഫ് കഴിച്ചാൽ സംഭവം കൊല്ലുമെന്ന് കൊന്നോ? അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ പ്രസ്താവന നടത്തി. ഗോമാതാവിനെ കൊല്ലാൻ പറ്റില്ല. ഗോ എന്നാൽ പശുവാ. അപ്പോഴാ പശു മാതാവാണെങ്കിൽ കാളാരാൻ നമ്മുടെ അച്ഛനോ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്യമായി ഈ BJP ശക്തികളെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നിസാരമാക്കി കൊളിച്ചുകൊണ്ട് പ്രസ്താവനകളും പ്രചരണങ്ങളും പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും ആരും വോട്ട് മറിച്ചതല്ല, സ്വാഭാവികമായും ഫാഷിസം അതിഗൗരവതരമായി കാണുന്ന മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. UDF വിലയിരുത്തിയതുപോലെ ഇതൊരു വസ്തുതയാണ്, ഇതൊരു പരമാർത്ഥമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഫലം ചെയ്യുമെന്ന കാര്യം സാന്ദർഭികമായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക. പിന്നെ ഈ സാഹചര്യത്തിൽ ഇപ്പോ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടാവുന്ന ഒരു കാര്യം, ഏത് ഫാഷിസത്തെ എതിർക്കാനാണെങ്കിലും തകർക്കാനാണെങ്കിലും ഇവിടെ കാന്തപുരം വിഭാഗത്തിനെ കൂട്ടുപിടിക്കാമെന്ന് വിചാരിച്ച് കാന്തപുരത്തിന്റെ ഓഫീസിലേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മാറി മാറി ഒഴുകിപ്പോകാറുണ്ട്. ഇതൊക്കെ ബോധപൂർവമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, നമുക്കറിയാം. കാന്തപുരം പറയുകയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പോഴേക്ക് ചാനലറെ വിളിച്ച് ഏർപ്പാട് ചെയ്യും, ഞാൻ വോട്ട് ചേർന്ന കാര്യം പരിഗണിക്കാം, ആ 10 വോട്ട് കിട്ടിയാണെങ്കിൽ ആയിക്കോട്ടെ. ഇങ്ങനെ ആളുകളെ മാറി മാറി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ നേതാക്കന്മാരെ തന്റെ മർക്കസിൽ വിളിച്ചു വരുത്തുകയും അവർക്ക് ചായ കൊടുക്കുകയും എന്നാൽ 10 മിനിറ്റ് ചർച്ച നടത്തുകയും അവർക്ക് വോട്ട് ഓഫർ ചെയ്യുകയും സ്ഥിരമായ പരിപാടി, അദ്ദേഹത്തിന്റെ പരിപാടി, സ്ഥിരം പരിപാടി. 2 കൂട്ടർക്കും ഓഫർ. പരസ്യം നാടാകെ പാട്ടായിപ്പോ. പണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളായിരുന്നു. ഈ നാസർ ഭായി സൂചിപ്പിച്ചതുപോലെ 140 മണ്ഡലങ്ങളിലും മണ്ണാർക്കാട് ഒഴിച്ച് കഴിച്ച ബാക്കി സ്ഥലങ്ങളിൽ 2 സ്ഥാനാർത്ഥികൾ LDFന്റെ ആളും കാണും, പിന്നെ UDFന്റെ ആളും കാണും. ഞങ്ങൾ ഇങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെങ്കിലും ചെയ്തിരോ, എന്നാ പിന്തുണ നോക്കാം. 2 സ്ഥാനാർത്ഥികൾ സത്യം ഇത്രയും കാലം വിചാരിച്ചു നടന്നിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സത്യമെന്ന് ആളുകൾക്ക് മുഴുവൻ കൃത്യമായി ബോധ്യപ്പെട്ടൊരു കാലഘട്ടം. ഞാൻ ഓർക്കുകയാണ്, സഖാവ് TK ഹംസ മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം,
സഖാവ് ടി കെ ഹംസ മഞ്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെ പാർലമെന്റിലേക്ക് മത്സരിച്ച് MP ആയ ആളാണ് ഒരിക്കൽ. അന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോ ടി കെ ഹംസ പ്രതിയോഗി സ്ഥാനാർത്ഥി ഈ അഹമ്മദ് സാഹിബായിരുന്നു. രണ്ടുപേരും പൊടിപോറിയ മത്സരമാണ്, നല്ല തെരഞ്ഞെടുപ്പ് പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളാണ്. അപ്പൊ ഒരിക്കൽ ഹംസാഹിബും ഈ അഹമ്മദ് സാഹിബും രണ്ടുപേരും ഒരുമിച്ചൊരു വേദിയിൽ കണ്ടുമുട്ടി. എന്തൊക്കെ ഹംസാക്ക വിശേഷം ചോദിച്ചു അഹമ്മദ് സാഹിബ്. അൽഹംദുലില്ലാഹ് ഖൈറെന്നാണ്. മൂപ്പര് ആ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ സംസാരിക്കുക. എന്തെങ്കിലും വിശേഷം നല്ലത് തന്നെ അഹമ്മദ് സാഹിബും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. അപ്പൊ എന്നിട്ട് അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മർക്കസിൽ ഇന്നെ കഴിഞ്ഞ ആഴ്ച ഉസ്താദ് വിളിച്ചു കൊണ്ടുപോയിട്ട് നാരിയത്ത് സ്വലാത്തി അല്ലേ കണ്ട് എന്റെ വിജയത്തിന് ദുആ നടത്തിയിരുന്നു പറഞ്ഞു. ഉസ്താദ് നമ്മളെ കൂടെയാണ് പറഞ്ഞു. ആഹാ, നിങ്ങൾക്ക് നാരിയത്ത് സ്വലാത്തിൽ നിങ്ങൾ ജയിക്കാൻ തുറന്നു വെച്ചു. എന്നാ അതിന്റെ മുമ്പത്തെ ആഴ്ച ഇന്നെ കൊണ്ടുപോയി നാരിയത്ത് സ്വലാത്തിൽ നിൽക്കും ജയിക്കാൻ തുറന്നിട്ടുണ്ട് പറഞ്ഞു. ഇതാണ് കാന്തപുരം ഉസ്താദ്. ഉസ്താദിന്റെ ഒറിജിനൽ രീതി, ഒറിജിനൽ രൂപം നമ്മൾ കാണാം. രണ്ട് കൂട്ടർക്ക് വാഗ്ദാനം കൊടുക്കാൻ നാരിയത്ത് സ്വലാത്ത് ഭയങ്കര. നാസർ വൈസി ആശങ്കപ്പെട്ടു നാരിയത്ത് സ്വലാത്തിൽ എന്തേ ഉത്തരം കിട്ടായിരുന്നത്. ഇമ്മാതിരി ചൊല്ലല വൈരുദ്ധ്യം ദുനിയാവിൽ ഒരിക്കലും നടക്കില്ല. വൈരുദ്ധ്യം മുഹാൽ അസംഭവ്യ. അള്ളാഹുവിന്റെ കഴിവ് അസംഭവ്യമായ വസ്തുക്കളുമായി ബന്ധിക്കുള്ള നമ്മുടെ അഖീദന്റെ കിതാബിലുള്ള അടിസ്ഥാന മസ്കലെ. ഇപ്പൊ പകല, ഇപ്പൊ രാത്രിയാണ് പ്രശ്നമല്ല. ആരും വിചാരിച്ചാൽ നടക്കൂല. പകലും രാത്രി ഒരുമിച്ചുണ്ടാവൂല. ഇതുപോലെ വൈരുദ്ധ്യമേ ഒരേ സമയം രണ്ടാവും ജയിക്കുന്നത്. രണ്ടാക്കും നാരിയത്ത് സ്വലാത്തിൽ എങ്ങനെ രണ്ടാവും ജയിക്കാം? ഇതാണ് മണ്ണാർക്കാടും സംഭവിച്ചത്. ഇപ്പൊ മണ്ണാർക്കാട് പേര് പോലെ കേടുമ്പോൾ ഫോൺ കട്ടാക്കാം. ഞാനിപ്പോ സംഭവം വായിച്ചു. നമ്മുടെ ഒരു പ്രവർത്തകൻ മണ്ണിന്റെ ആളാണ്. മണ്ണ് ലോറിയിൽ എടുത്തിങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ആളാണ്. മണ്ണ് തട്ടുന്ന ആള്. അപ്പൊ തലേന്ന് ഏൽപ്പിക്കാരൻ ചോദിച്ചു, എങ്ങനെയാണ് മണ്ണിന്റെ റേറ്റ്, മണ്ണെങ്ങനെ കുറച്ച് മണ്ണെടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് റേറ്റ് ചേർന്നു. അപ്പോ അതിന്റെ വിശദമായി കൃത്യമായി എത്ര പരമാവധി കുറച്ചുള്ള സംഖ്യ പറയണമെന്നാവും. ഞാൻ ആളെ ആലോചിച്ച് പറയാൻ കുറെ ലോഡുണ്ട് പറഞ്ഞു. അപ്പൊ ഇയാളെ വിളിച്ചിട്ട് ഏൽപ്പിക്കാരെ വിളിച്ചിട്ട് പിറ്റേന്ന് പറഞ്ഞു കൊടുത്തു, ബിസിനസ്സുകാർക്ക് ഏൽപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ മണ്ണ് ആർക്കാണോ എന്ന് ചോദിച്ചു. കാരണം വല്ല വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ മണ്ണ് ആർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കാണ് മനസ്സിലാക്കാൻ ഇയാൾക്ക്. അപ്പൊ മണ്ണ് ആർക്കാണോ മണ്ണാർക്കാടോ ഫോൺ കട്ടാക്കി. കാരണം ഇയാൾ മണ്ണ് ആർക്കാണോ ചോദിക്കുന്നത്. അപ്പോഴേക്ക് ഇയാൾ മണ്ണാർക്കാടിനെ കുറിച്ച് പറയണമെങ്കിൽ അപ്പൊ ഫോൺ കട്ടാക്കി. ഈ തോതില് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ പേര് പോലും കേൾക്കാനും ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയാത്ത വിധം വളരെ ശോചനീയമായ ദുർഗതിയിൽ അകപ്പെട്ട് നട്ടം തെരിയുന്ന ദൈന്യമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ ഇലക്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഇലക്ഷൻ, കാന്തപുരത്തിന്റെ വൈരുദ്ധ്യം പറയാമല്ലോ. ഈ ഇലക്ഷനിൽ കാന്തപുരം എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നമ്മൾ മറക്കൂല. എന്താണെന്ന് വെച്ചാൽ കാന്തപുരവുമായി ഒരു അഭിമുഖം റിപ്പോർട്ടർ ചാനൽ, ആ ക്ലിപ്പ് നമ്മൾ നിരന്തരം കേൾക്കാനും നിരന്തരം വാട്സപ്പിൽ വരാനും നിരന്തരം ക്ലിപ്പ് പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മുസ്ലിം ലീഗിന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 24 സീറ്റിൽ മത്സരിച്ചു, 20 വിജയിച്ചു. കാന്തപുരത്തിന്റെ ശക്തി കൊണ്ട് എത്ര സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടി വെച്ചു? മുസ്ലിം ലീഗിന് കിട്ടിയ എല്ലാ സീറ്റും ഞങ്ങൾ ശക്തി കൊണ്ട് തന്നെ കിട്ടിയത്. ഞങ്ങൾ ശക്തമായി എതിർത്തിരുന്നെങ്കിൽ അവർക്ക് ഒരു സീറ്റും കിട്ടിയില്ല. കൂടിയാൽ 1 or 2 സീറ്റ് കിട്ടും, അതിനപ്പുറം ഒരു സീറ്റും കിട്ടില്ലായിരുന്നു. അപ്പൊ അന്ന് മുസ്ലിം ലീഗിനെ ജയിച്ചിട്ടാ പറഞ്ഞോ, മുസ്ലിം ലീഗ് ജയിച്ച ശേഷം. അപ്പൊ UDF പിന്തുണ. കാരണം UDF ആണ് ജയിച്ചത്. ഇപ്രാവശ്യം ഭരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഏത് മുന്നണിക്കാണ് വോട്ട് എന്ന് കാന്തപുരം പറഞ്ഞിട്ടേയില്ല. മണ്ണാർക്കാടിനെ പറഞ്ഞ് പെട്ടുപോയി. അവിടെ വോട്ടിന്റെ ആൾക്കാരുണ്ട്. 139 മണ്ഡലം കുത്തി ചോദിച്ചു പത്രക്കാരെ, ഉസ്താദെ എവിടുക്കാണ് വോട്ട്? അതല്ല, ഞങ്ങൾ അണികൾക്ക് നിർദ്ദേശം കൊടുക്കും, അവർ ചെയ്യും. ഞങ്ങൾ അങ്ങനെ പരസ്യമായി പറയുന്ന പരിപാടിയില്ല. എന്നിട്ട് കാന്തപുരം ആ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ മൂപ്പര വിചാരത്തിൽ നടക്കുന്നുള്ളതായിരുന്നു. കാരണം പ്രവർത്തകർ കൊടുത്ത മെസ്സേജ് ആളുകൾ ഒഴുകി വരിക, സ്ത്രീകൾ പുറത്തിട്ടൊന്നായിട്ട് വരുന്നുണ്ട്. വെള്ളത്തലപ്പാവും വെള്ള ഷർട്ട് ധരിച്ച കാണാത്ത ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മലക്കുകൾ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് ഇയാൾ സത്യ വിജയിക്കും, മലക്കുകൾ അറിഞ്ഞ് വോട്ട് ചെയ്യും. ഒറ്റ മലക്ക് വോട്ട് ചെയ്തില്ല. അപ്പൊ ഇവിടെ വിശദീകരണം എന്താ വെച്ചാല് മലക്കൾക്കൊന്നും ഐഡന്റിറ്റി കാർഡില്ല, ഒക്കെ തിരിച്ചു പോയിക്കാന്നാണത്. ഇത് ഈ നിലക്ക് വിശദീകരണം കൊടുത്ത് ഇതൊക്കെ സത്യമാണ്. കാന്തപുരം വിചാരിച്ച് നല്ല വിജയാഹ്ലാദത്തിന് 313 വെള്ള ഇന്നോവക്കാറിന്റെ അകമ്പടിയോടുകൂടി കടുപ്പിൽ നിന്ന് ആഘോഷമായി പോയി മണ്ണാർക്കാട് പരിപാടി നടത്താൻ ഒരുങ്ങി വന്ന കാന്തപുരം ദുബൈയിൽ വെച്ച് പത്രക്കാരെ കാണി പെട്ടെന്ന് പോകാൻ പറ്റൂല്ലോ. ഇവിടെ വന്നിറങ്ങാൻ ഒരു ചാൻസും ഇല്ല. ഇവിടെ വന്നിറങ്ങിയുള്ള അവസ്ഥ എന്താ വെച്ചാൽ കോലം കത്തിക്കുകയാണ്.
ഇപ്പൊ ഓരോ ആൾക്കാർ ഫോണിൽ വിളിച്ചു ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ ഒന്ന് പറയട്ടെ, ലീഗിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, അപ്പൊ ലീഗിന്റെ നേതാവാ? അല്ല, അങ്ങനല്ല. എന്നാൽ നമ്മൾ കോലം കത്തിക്കാൻ പാടുണ്ടോ? സുഹൃത്തുക്കളെ, കോലം ഉണ്ടാക്കി കത്തിക്കാൻ പാടുണ്ടോ ചോദ്യം? കോലം ഉണ്ടാക്കാൻ പാടില്ല, ശരിയല്ലേ? പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം കത്തിച്ച് കളയണം നമ്മുടെ അഭിപ്രായം. അത് നിലനിർത്താൻ പാടില്ല. ഈ നിലയ്ക്ക് കാന്തപുരം വിശ്വസിച്ചു, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്, എന്തായാലും ഭൂരിപക്ഷം കിട്ടും. എന്നാൽ കാന്തപുരം അവിടെ വാർത്താ സമ്മേളനത്തിൽ ചാനലുകാരോട് പറഞ്ഞു, നിങ്ങൾ ആർക്കായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്? അത് പറഞ്ഞു, ഷംസുദ്ദീനെ മാത്രമേ പരാജയപ്പെടുത്താൻ അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളൂ. വേറെ 139 മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ ചില ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യണം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട എല്ലാവരും ജയിച്ചിട്ടുണ്ട്, മണ്ണാർക്കാട് ഒഴിച്ചു തന്നു. കാരണം മണ്ണാർക്കാട് വെച്ച് പരസ്യം പറഞ്ഞിട്ടില്ല. അവ 2 കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് ഓപ്പര് പറഞ്ഞതാണ് ജയിച്ചത്. ശരി, അത് അന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്ക് മാഞ്ഞു പോലപ്പോ റിക്കാർഡല്ല, ഒക്കെ ചാനലുകളുടെ ആ ക്ലിപ്പുകൾ അതേപടി വാട്സപ്പിലും ഫേസ്ബുക്കിലും ചലിച്ചുകൊണ്ടേയിരിക്കുക. കാന്തപുരം പക്ഷേ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നമ്മൾ ജയിച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ ഈ തോറ്റത് മണ്ണാർക്കാട് മാത്രം ഞാൻ പറഞ്ഞ് പഴിച്ചിട്ടുള്ളൂ, ബാക്കി ജയിച്ചതൊക്കെ ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥികൾ മാത്രമാണ് എന്ന് കാന്തപുരം പറയുമ്പോൾ ഇത് അവരുടെ മുഖപത്ര. അവർ സിറാജിനെ പണ്ടൊക്കെ നുണപത്രം എന്ന ഉസ്താദ് പറഞ്ഞിരുന്നത്. ഈ പത്രത്തിലെ എഡിറ്റോറിയൽ എന്ന ഔദ്യോഗികമായിട്ട് ആധികാരികമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചീഫായി പ്രവർത്തിക്കുന്ന, ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഈ പത്രത്തിന്റെ എഡിറ്റോറിയൽ കോളത്തിൽ പറയുന്നതാണോ, ഈ പ്രാവശ്യം നമ്മൾ ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുത്തത്. 2 ദിവസം ഇപ്പൊ കര ഇടതുപക്ഷാധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നു എന്ന് ഉറപ്പായപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുത്തത്. പച്ചയായി പരസ്യമായി മാറ്റി പറയുന്ന അവസ്ഥാവിശേഷം മുസ്ലിം ലീഗ് അക്രമോപേക്ഷിക്കുന്ന ഹെഡിങ്. അതുകൊണ്ട് പറയുന്ന വാദനം നോക്കി, സുന്നി പ്രസ്ഥാനം രാഷ്ട്രീയമായി എല്ലാ കക്ഷികളും സമദൂരമാണ് പാലിക്കുന്നത്, ആരോടും പ്രത്യേക വിധേയത്വമോ വിരോധമോ ഇല്ല. ഇത്തവണ സുന്നികൾ ഇടതുപക്ഷത്തെ തുളച്ചത്, അത് തുളച്ചിട്ടുണ്ടല്ലോ, അവരോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല, മറിച്ച് ഇന്ന കാരണങ്ങളാണ്. ഏതായാലും ഇപ്രാവശ്യം ഇടതുപക്ഷത്തെയാണ് AP വിഭാഗം പിന്തുണച്ചത് എന്ന് LDF വിജയിച്ചപ്പോൾ പരസ്യമായി പറയുന്ന, ഇപ്പൊ UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ജയിച്ചിരുന്നെങ്കിൽ ഈ എഡിറ്റോറിയൽ കോളം വേറെ നേരത്തെ വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും ഫിറ്റിയ. UDF ആണ് ഇപ്രാവശ്യം പിന്തുണന്നത്. ഈ പരിപാടി, ഈ സ്ഥിരം പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന കാന്തപുരം വിഭാഗത്തിന് സത്യത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ അന്നൊരിക്കൽ മഹാനായ കഞ്ഞിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചതുപോലെ മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു വെച്ചു. നിന്നരാക്കട്ടെ എന്ന് ആ പ്രാർത്ഥന, കൊല്ലട്ടെ നശിപ്പിക്കട്ടെ എന്നല്ല, നിന്നരാകണം നിലനിൽക്കണമെന്ന കുറച്ചു കാലം. അതിന്റെ ഉപോത്പന്നമായിട്ടാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കേശത്തിന്റെ പേരിൽ കൃത്രിമം കാണിച്ച് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ലോക ശ്രേഷ്ഠരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനം ഏർപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂലെ ഇകഴ്ത്തി കാണിച്ചാൽ അവർക്ക് നിന്ദയാണ് ശിക്ഷ, ഖുർആൻ പറഞ്ഞത്. ആ നിലക്കും നിന്ദിക്കപ്പെടേണ്ട ആളുകളാണ്. ആ നിന്ദിക്കപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് കാന്തപുരം വിഭാഗം എത്തിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, LDF-നും UDF-നും ഒരുപോലെ വിശ്വാസമില്ലെന്ന് മാത്രമല്ല, ഇന്ന് ഈ ന്യൂ ജനറേഷൻ കാന്തപുരം ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ പേരിൽ ചില ആളുകൾ സമവായം എന്ന് പറഞ്ഞ് കാന്തപുരത്തെ ഒരു ഘടകകക്ഷിയായി കൂട്ടി സമസ്തയെ പോലെ കാണുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അഭിവർണ്ണനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി സൈനുൽ ചെറുശ്ശേരി ഉസ്താദ് നമ്മളാഹു വർക്കതു അവരുടെയൊക്കെ കപടമല്ലാഹു സ്വർഗപ്പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ പറഞ്ഞെടുത്ത് അവരെ വാക്ക് അള്ളാഹുവിന്റെ പറയിക്കുന്ന വാക്ക. ഉസ്താദ് പറഞ്ഞു, എന്ത് സമവായം? ആ വാഴ അവിടെ കൊലക്കൂലടോ. നമ്മൾ മലമുണ്ടി വാഴ കണ്ടിട്ടുണ്ട്, നേന്ത്രവാഴ കണ്ടിട്ട്, മൈസൂർ വാഴ കണ്ടിട്ടുണ്ട്. സമവായം തന്നെ അങ്ങനത്തെ ഒരു വായും ഇവിടെ കൊണ്ടുവരേണ്ട, നടക്കൂടാന്ന് പ്രഖ്യാപിച്ചതോടുകൂടി അത് സത്യമാണ് എന്ന് ഈ ന്യൂ ജനറേഷനിൽ ജീവിച്ചിരിക്കുന്ന പുതിയ പ്രവർത്തകന്മാർക്ക് ബോധ്യപ്പെട്ടു. കാന്തപുരം എല്ലാ അർത്ഥത്തിലും സമുദായ വിരുദ്ധനാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കാന്തപുരം എന്താണ് തിരിച്ചറിയ പോലും ചെയ്യാത്ത ന്യൂ ജനറേഷൻപ്പെട്ട ആളുകൾ കാന്തപുരത്തിലെ ശക്തമായ പ്രചാരണം നടത്തുന്നതല്ല, കാലങ്ങളായി കാന്തപുരത്തിന്റെ കൂടെ വന്നിരുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മഹല്ല് ജമാഅത്തുകൾ അവരെയും സഹകരിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു കഴിഞ്ഞു. കാന്തപുരം മുക്ത മഹല്ല് ജമാഅത്ത്, കാന്തപുരം മുക്ത മഹല്ല് ജമാഅത്ത്. കാന്തപുരം ഭാഗത്തിന് മഹല്ല് പിരിവ് കൊടുക്കാൻ പാടില്ല, അവർ പരിപാടി കൊണ്ടുവരാൻ പാടില്ല, അവർക്ക് മാലിന്യം വെക്കാൻ പറ്റില്ല, മദ്യ നിരോധ മഹല്ല് എന്ന് പറഞ്ഞ മാതിരി കാന്തപുരം മുക്ത മഹല്ലുകളുമായി കാസർഗോഡ് മേഖലയിൽ പരസ്യമായ ആളുകൾ രംഗത്ത് കൊണ്ടുവിട്ടിരിക്കുന്നു. അതല്ല അവസ്ഥാവിശേഷം.
നിന്നതയ്ക്ക് വേറെ വഴി പറയേണ്ട ആവശ്യമുണ്ടോ സഹോദരന്മാരെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാന്തപുരം വിഭാഗം ഞങ്ങൾ 2 വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്കും വോട്ട് ചെയ്യുന്നവർ അതാണോ ശരി? അതോ അവരുടെ മുഖപത്രമായ സിറാജ് പത്രത്തെ ഇടതുപക്ഷത്തിന് മാത്രമാണ് പിന്തുണ കൊടുത്തത് അതാണോ ശരി? വിശദീകരിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ എന്റെ സുഹൃത്തുക്കളെ, കാന്തപുരം പാർട്ടി ഉണ്ടായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല. ഞാൻ ഒപ്പം ജീവിച്ചവനാ. കാന്തപുരം സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഗ്രൂപ്പ് രൂപീകരിച്ച് പ്രത്യക്ഷത്തിൽ പുറത്തു വന്നത് രാഷ്ട്രീയത്തിലായാലും സുന്നികളെ മാത്രമേ വിജയിപ്പിക്കാവൂ, വഹാബികളെ പരാജയപ്പെടുത്തുന്ന ആശയമായിട്ടാണ്. ഒരുപാട് വഹാബി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുമെന്ന് സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പരസ്യമായി പ്രസ്താവനയ്ക്കാണ് കാന്തപുരം. ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷനിൽ കാന്തപുരം വിഭാഗം ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുത്തു? ഏതൊക്കെ സ്ഥാനാർത്ഥികളെ എതിർത്തു? LDFിനാണോ പിന്തുണ, UDFിനാണോ പിന്തുണ? ഉറപ്പിച്ചു പറയേ. ആ ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ നേരെ ഗ്രൂപ്പിലെ പിന്തുണ കൊണ്ടാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ PK അബ്ദുൾ റബ്ബുണ്ട്, PK ബഷീറുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികളാണ്, പ്രവർത്തകന്മാരാണ്. അവർക്കൊന്നും വോട്ട് കൊടുത്തിട്ടുണ്ടോ? ഈ കാര്യം വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ബാധ്യത നിങ്ങൾക്കുണ്ട്. ഈ വിഷയം സത്യസന്ധമായി അവലോകനം ചെയ്ത അങ്ങനെ. പക്ഷെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും CPI ആയിരുന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും അവരെ പിന്തുണക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. ഒപ്പം നിൽക്കുന്ന ആളുകളെ ശത്രുക്കളായി കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകളെ അവഗണിച്ചുകൊണ്ട് ശത്രു വിഭാഗത്തിന് പരിഗണന കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അനന്തരഫലം ദുരന്തപൂർണമായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് പാഠം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഒറ്റക്കാരൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ മീൻ വെട്ടാൻ പോകുന്ന പരിപാടിയുണ്ട്. മീൻ വെട്ടാൻ പോകാൻ രാത്രി പെട്ടബോക്സൊക്കെ എടുത്തിട്ട് മീനുണ്ടാവുന്ന തെളിഞ്ഞ വെള്ളത്തിൽ പാറിങ്ങനെ നിൽക്കുന്ന വലിയ വലിയ മീനുകൾ ഒറ്റ വെട്ടുകൊടുത്താൽ മീനിന്റെ തലമുറി നമുക്ക് എടുത്തു പോകാം. അപ്പൊ അങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഒരു മീൻ ഇങ്ങനെ നിൽക്കുന്ന നല്ലൊരു മീൻ, ഒരു മീൻ വിലങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വാളോണ്ടാ വെട്ടുക. അവർ ഒന്ന് വെട്ടിയ ഒന്നേ കിട്ടുള്ളൂ വിചാരിച്ച് മറ്റേ മീനിനെ വാളിന്റെ തലകൊണ്ട് മെല്ലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് 2 ലൈനാക്കിയിട്ട് വെട്ടാന്ന് വിചാരിച്ചാൽ കടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടാണ് 2 മീനും പോകും. ഈ അവസ്ഥാവിശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെ സാഹചര്യത്തിൽ കാന്തപുരത്തിൽ ഒരു പിന്തുണ കൊണ്ടെന്ന് പ്രത്യക്ഷമായി പ്രകടമായി മനസ്സിലായ സാഹചര്യത്തിൽ ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏതെങ്കിലും അവതാരകൻ എന്റെ ആളാണ് പറഞ്ഞു വരും നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ UDFിനും LDFിനും മറ്റ് കക്ഷികളും ഇതുപോലെ പരസ്യമായി പറഞ്ഞുകൊണ്ട് അത്തരം ആളുകൾ അകറ്റി നിർത്താൻ അവർക്കൊക്കെ ബാധ്യതയുണ്ട്. എങ്കിൽ അവർക്കൊക്കെ അന്തസ്സും ആത്മാഭിമാനവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.